തനിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്ക് മറുപടി നൽകി മന്ത്രി വീണ ജോർജ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിലയിടത്ത് കരിങ്കൊടി കാണിച്ച് എന്തിനാണത്? ആ കരിങ്കൊടി നമ്മുടെ ഈ സ്ഥാപനം ഉൾപ്പെടെ, അതുപോലെ കണ്ണൂരിലെ ജില്ലാശുപത്രിയിലെ പുതിയ കിഫ്ബി ബ്ലോക്ക് സാധ്യമാക്കിയതാണെങ്കിൽ അതിനാണെങ്കിൽ, അവിടെ കാറ്റലാബ് സാധ്യമാക്കിയതിനാണെങ്കിൽ, പെരിങ്ങോമിൽ ആ മലയോര മേഖലയിലെ കർഷകർക്ക് വേണ്ടി അവിടെ ഒരു കെട്ടിടം വെറും കെട്ടിടമല്ല കേട്ടോ, ഒന്നാന്തരം കെട്ടിടം സാധ്യമാക്കിയതിനാണെങ്കിൽ, പയ്യന്നൂരിലും കൂത്തുപറമ്പിലും മട്ടന്നൂരും ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും, എന്തിന് ഇരിട്ടിയിലും പേരാമ്പ്രയിലും പേരാവൂരും ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാറായിരുന്ന കെട്ടിടങ്ങൾക്ക് പകരം ആധുനിക സൗകര്യങ്ങൾ ഉപകരണങ്ങളോട് കൂടി സാധ്യമാക്കിയതാണെങ്കിൽ, തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ റോബോട്ടിക് സർജറി ഉണ്ട്. എന്താണ് പ്രസക്തി? പുറത്ത് 8 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ റോബോട്ടിക് സർജറിക്കാകുമെങ്കിൽ നമ്മുടെ MCCയിലും RCCയിലും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. എന്താണ് റോബോട്ടിക് സർജറിയുടെ പ്രസക്തി? പ്രിസിഷനാണ്. സൂക്ഷ്മമായിട്ട് ഏറ്റവും കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് സർജറി ചെയ്തു കൊടുക്കും. മലബാർ ക്യാൻസർ സെന്ററിന് കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് വെച്ചൊരു അവാർഡ് കിട്ടി. രാജ്യത്തെ 10 കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തു. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ 10 സ്ഥാപനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഇങ്ങ് കണ്ണൂരിലെ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററാണ്. അവിടെ പുതിയ ബ്ലോക്ക് എത്രയോ 250 പുതിയ ബെഡുകൾ ആഡ് ചെയ്തതിനാണെങ്കിൽ ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾക്കാണ് ആ കരിങ്കൊടിയെങ്കിൽ അത് പൂമാലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്തിയ ആരോഗ്യമന്ത്രിക്ക് നേരെ ഇരിക്കൂർ, പയ്യാവൂർ, ആയിപ്പുഴ എന്നിവിടങ്ങളിൽ വെച്ചാണ് UDF യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുമ്പോഴാണ് കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്ക് മന്ത്രി മറുപടി നൽകിയത്.